അപ്പൊ കോൺഗ്രസ് നേതാവും പാലക്കാട് MLA-യുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നം. ഇന്നലെ നമ്മൾ ഈ പ്രശ്നം ചർച്ച ചെയ്ത സമയത്ത് തന്നെ ഇയാൾക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നും ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ വിഷയം വെറും ഒരു ഇട്ടാപുട്ടി മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോഴത് ഒരു മാലപ്പടക്കം പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ട്രാൻസ്ഫോമർ അടക്കം രാഹുലിന്റെ ലൈംഗിക വൈകൃതത്തെ കുറിച്ചുള്ള ആരോപണവുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ്. അവന്തിക എന്നുള്ളതാണ് ആ ട്രാൻസ്ഫോമറിന്റെ പേര്. നിന്നെ എനിക്ക് റേപ്പ് ചെയ്യുന്ന പോലെ സെക്സ് ചെയ്യണമെന്നാണ് അത്രേ രാഹുൽ അവന്തികയോട് ആവശ്യപ്പെട്ടത്. അതും അവന്തിക ഒരു BJP അനുഭാവം കൂടിയാണെന്നും കൂടിയുള്ള കാര്യം ഓർക്കണം. ഇന്നലെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച റിനി എന്ന് പറയുന്ന പെൺകുട്ടി കോൺഗ്രസ് അനുഭാവിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. ഞാനത് സൈഡിൽ കൊടുക്കാം. രണ്ടാമതായി ആരോപണം ഉന്നയിച്ച ഹണി ഭാസ്കർ എന്ന് പറയുന്ന യുവതി ഇടതുപക്ഷ അനുഭാവിയാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ സ്വന്തം പാർട്ടിയെന്നോ എതിർ പാർട്ടിയെന്നോ ഇല്ലാതെ സകല പെണ്ണുങ്ങളെയും വല വീശി പിടിക്കലാണ് നമ്മുടെ രാഹുൽ അണ്ണന്റെ ജോലി. ആശാന പാർട്ടി ഒരു വിഷയമല്ല, പെണ്ണായാൽ മതി. എന്തിന് സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരോട് ഭാര്യമാരോടും മക്കളോടും വരെ ഇയാൾ ലൈംഗിക ചുവയോട് കൂടി സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കോൺഗ്രസ് MPയുടെ മകളെ പ്രണയിച്ച് വിവാഹ വാഗ്ദാനം നൽകി. ഒടുവിൽ താഴ്ന്ന ജാതിയാണെന്നുള്ള കാരണം പറഞ്ഞു പറ്റിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കിട്ടിയ ഈ പണി സ്വന്തം പാർട്ടിയിൽ നിന്നും കിട്ടിയതാണ് എന്നും ആളുകൾ പറയുന്നുണ്ട്. ഇത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല. എന്നാൽ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം റിനിയും കോൺഗ്രസിന്റെ പ്രധാന നേതാവായ VD സതീശനും ഒരുമിച്ച് സതീശന്റെ പിറന്നാളിന് കേക്ക് മുറിക്കുന്ന ഫോട്ടോയൊക്കെ റിനിയുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. അത് സൈഡ് കൊടുക്കാം. അതായത് കോൺഗ്രസ് നേതാക്കളുമായി അത്രയും അടുപ്പുള്ള ആളാണ് റിനി എന്ന അർത്ഥം. പിന്നെ മറ്റൊരു കാര്യം മനോരമയെ കുറിച്ചാണ്. ഈ മനോരമയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അല്ലെ. സാധാരണ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് എന്തെങ്കിലും ആരോപണം വന്നാൽ മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അധികം ഇടപെടാതിരിക്കുകയോ ചെയ്യുന്ന മനോരമ. പക്ഷെ രാഹുലിന്റെ കേസ് വന്നപ്പോൾ നേരെ തിരിച്ചായിരുന്നു കേട്ടോ. വാർത്തകൾ കൊടുക്കാനും രാഹുലിനെ ഊക്കാനും ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത് മനോരമ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാഴ്ച. ഞാനൊരു ഫോട്ടോ സൈഡിൽ കൊടുക്കാം. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പാർട്ടിയിൽ നിന്നും കിട്ടിയ പണിയാണെന്ന് ആളുകൾ സംശയിച്ചാൽ അതിന് തെറ്റു പറയാനൊന്നുമില്ല. പാർട്ടിയിലെ നേതാക്കന്മാരുടെ മക്കളെയൊക്കെ തൊട്ട് കളിച്ചാണെങ്കിൽ അവർ വെറുതെ ഇരിക്കൂലല്ലോ. അതുപോലെ തന്നെ ഇന്നലെ ആരോപണം വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെച്ചു. എല്ലാ നേതാക്കന്മാരും രാഹുലിനോട് ഒരുപോലെ രാജി ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ റിനിയുടെ ഇന്റർവ്യൂവിൽ എടുത്ത് നോക്കൂ. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു സ്റ്റേജിൽ ഇന്റർവ്യൂ ആണെന്നാണ്. ഏകദേശം 1 മണിക്കൂറോളമുള്ള ആ ഇന്റർവ്യൂവിൽ വെറും 1 മിനിറ്റ് മാത്രമാണ് രാഹുലിനെ കുറിച്ചുള്ള ആരോപണത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ബാക്കി വരുന്ന 15-20 മിനിറ്റ് മറ്റുള്ള വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾ വരേണ്ടതാണ്. പക്ഷെ അതുണ്ടായില്ല. രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി മാത്രം എടുത്ത ഇന്റർവ്യൂ ആണ് ഇതെന്ന് ആർക്കും തോന്നാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഈ ഇന്റർവ്യൂവിൽ 1 മിനിറ്റിൽ താഴെ മാത്രമായി രാഹുലിനെതിരെയുള്ള ആരോപണം ഒതുക്കിയത്. അതിനിടയിൽ ആൾ ആരാണ് എന്നുള്ളതിന് ഹൂ കേസ് എന്നൊരു സൂചനയും റിനി ഇടയിൽ കൂടെ കുത്തിക്കയറ്റുകയും ചെയ്തു. പിന്നീട് മാധ്യമങ്ങളടക്കം പതുക്കെ ഇന്റർവ്യൂ ഏറ്റെടുത്തു. 3 ആഴ്ച മുന്നേ രാഹുൽ ഒരു മാധ്യമ പ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്തു എന്ന ആരോപണം വന്നപ്പോൾ മിണ്ടാതിരിക്കുകയും അത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്ത മാധ്യമങ്ങളാണിതെന്ന് ഓർക്കണം. എന്തായാലും പതുക്കെ ഈ ഗർഭിണിയാക്കിയ സംഭവം വീണ്ടും പൊങ്ങി വന്നു. അത് വീണ്ടും പൊക്കാനുള്ള ഒരു വഴി മാത്രമായിരുന്നു റിനിയുടെ ഇന്റർവ്യൂ എന്ന് തോന്നുന്നു. മാധ്യമ പ്രവർത്തകയെ ഗർഭിണിയാക്കി എന്നതിലുപരി ആ ഗർഭം നശിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നൊരു ആരോപണം കൂടി ഇത്തവണ രാഹുലിനെതിരെ ഉയർന്നു വന്നു എന്നുള്ളതാണ്. ചാറ്റുകളും ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡുകളും പുറത്തു വന്നു. എന്തായാലും ആദ്യം രാഹുൽ അബോർഷൻ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആവുന്ന കേട്ടോക്കാം. പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനാരെ ചൂണ്ടിക്കാണിക്കും? അതന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ വേറെ ആരും ചൂണ്ടിക്കാണിക്കാൻ എനിക്കിരിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് ബുദ്ധിമുട്ടാവില്ല. അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ. കേട്ടല്ലോ, റിപ്പോർട്ടർ ചാനൽ ഈ ഫോൺ സംഭാഷണം പുറത്തു വിട്ടതിന് ശേഷം അത് വ്യാജമാണെന്നായിരുന്നു രാഹുലിന്റെ വാദം. എന്നാൽ അധികം വൈകാതെ രാഹുലും ഈ യുവതിയും തമ്മിലുള്ള ടെലഗ്രാം വാട്സ്ആപ്പ് സംഭാഷണവും റിപ്പോർട്ടർ TV പുറത്തുവിടുകയുണ്ടായി. ആ ക്ലിപ്പ് ഒന്ന് കണ്ടോക്കാം. എന്താ കഴിച്ചേ എന്ന് ചോദിക്കുന്നു. ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇന്നലെ ഞാൻ മരുന്ന് കഴിച്ചെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായിരുന്നു എന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ രാഹുൽ തിരിച്ച് എന്താ സംഭവം? പെൺകുട്ടി ഒരിക്കലും ഡോക്ടറെ കാണിക്കാതെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. രാഹുലിന്റെ മറുപടി ഡോക്ടർ ഉണ്ടായാൽ മതി. പെൺകുട്ടി ഗർഭഛിദ്രത്തെക്കുറിച്ചാണ് സംഭാഷണം. ഹെവി ബ്ലീഡിംഗും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകും. രാഹുലേട്ടൻ എന്ന ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും പ്രേക്ഷകർക്ക് കാണാം. രാഹുൽ ഡോക്ടറെ കാണണമെന്നൊന്നുമില്ല, അതിനൊക്കെയുള്ള മരുന്നുണ്ട്. പിന്നെ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്. അതിനുശേഷം ചാറ്റ് നേരെ ടെലഗ്രാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനായി നീ ടെലഗ്രാമിൽ വാ എന്ന് പറയുന്നു. അല്ലെങ്കിൽ രാഹുലിന്റെ ഓപ്പറേഷൻസ് മുഴുവനും ടെലഗ്രാം വഴിയാണല്ലോ. ടെലഗ്രാമിലെ വാനിക്സ് മോഡ് ഉപയോഗിച്ചിട്ടാണ് ഇയാൾ തന്നോട് ചാറ്റ് ചെയ്തത് എന്ന്
ട്രാൻസ്ഫോമർ ആയിട്ടുള്ള അവന്തിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഈ ക്ലിപ്പിന്റെ ബാക്കി ഭാഗം കൂടി ഒന്ന് കണ്ടോക്കാം. മറുപടി കഴിക്കുമ്പോൾ എല്ലാം പരിശോധിച്ചിട്ട് വേണം കഴിക്കാൻ. ഞാൻ ഈ കാര്യം അവരോട് സംസാരിച്ചു. അവളുടെ സുഹൃത്ത് ഒരു ഡോക്ടറെ ഞാൻ ആദ്യം വിളിച്ചു. അവർ കുറെ വഴക്ക് പറഞ്ഞു. ഇതാണ് പെൺകുട്ടി പറയുന്നത്. അതിനുശേഷം പെൺകുട്ടിയുടെ സംഭാഷണം തുടരുകയാണ്. അവൾ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു. ഇങ്ങനെയാണ് ഈ ചാറ്റ് മുന്നോട്ട് പോകുന്നത്. ഈ ചാറ്റിന്റെ വിവരങ്ങൾ, ആ സ്ക്രീൻഷോട്ടുകളൊക്കെ നമ്മൾ പുറത്തുവിടുകയാണ്. ഈ രാഹുലേട്ടൻ എന്ന ആൾ എന്താണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത്? ആ ആളുടെ ചിത്രമടക്കം ആ ചാറ്റിൽ നമുക്ക് കാണാം. ഞാനൊരു വേസ്റ്റ് ആണ് എന്നൊക്കെ പെൺകുട്ടിക്ക് രാഹുലിനോട് പറയേണ്ടി വരുന്നു. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മോശം സാഹചര്യത്തിൽ പോയിട്ടില്ല എന്നും ഈ പെൺകുട്ടി പറയുകയാണ്. എന്റെ അമ്മയെ കണ്ടപ്പോൾ കരച്ചിൽ വന്നു എന്ന് ആ പെൺകുട്ടി പറയുകയാണ്. നീ വന്ന് എന്നെ കാണ് എന്ന് രാഹുൽ പെൺകുട്ടിയോട് പറയുന്നു. നിനക്ക് താങ്ങായി ഞാൻ ഇവിടെയുണ്ട്. ആ ഷോൾഡർ ഇപ്പോൾ എവിടെ എന്ന ചോദ്യം നിൽക്കുന്നുണ്ട്. ഷോൾഡർ എന്ന വാക്കാണ് രാഹുൽ ഈ ചാറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പെൺകുട്ടി അതിന് ഒരു ഇമോജിയാണ് മറുപടിയായി അയക്കുന്നത്. തിരിച്ച് വീണ്ടും രാഹുൽ ചോദിക്കുന്നു എന്താ? പെൺകുട്ടി പറയുന്നു ഒന്നുമില്ല. വീണ്ടും പറയൂ എന്ന് രാഹുൽ ആവശ്യപ്പെടുകയാണ്. ഈ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ്. കാരണം ആ ഓഡിയോ ക്ലിപ്പ് അതടക്കം നിഷേധിക്കുന്ന ഒരു രാഹുലിനെ കാണുമ്പോൾ ഇതൊക്കെ പുറത്തുവിടാതിരിക്കുന്നതാണ്. എന്റെ തലയിലിട്ട് ഒഴിഞ്ഞു മാറുകയാണോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഒരുപാട് മാറ്റം, പരിഹാരം നിങ്ങൾ തന്നെ പറയൂ. ആ പെൺകുട്ടി രാഹുലിനോട് ആവശ്യപ്പെടുകയാണ്. കയറി ചെന്ന ഉടൻ മരുന്ന് തന്നുവിടില്ല ഡോക്ടർമാർ. ഗൂഗിൾ ചെയ്യൂ, രീതികൾ എന്താണ് എന്നെങ്കിലും നോക്കൂ എന്നൊക്കെ ആ പെൺകുട്ടി ആവശ്യപ്പെടുകയാണ് രാഹുലിനോട്. അതും ചാറ്റ് ടെലിഗ്രാമിലാണ്. ഞാൻ ആരോടാടോ പറഞ്ഞേ, എത്ര നാൾ ഇത് മൂടി വെച്ച് നടത്തും ഞാൻ എന്നൊക്കെ പെൺകുട്ടി ചോദിക്കുകയാണ്. നിനക്ക് എന്റെ അമ്മയോട് സ്നേഹമുണ്ടോ? എനിക്ക് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടി. അതേസമയം തന്നെ എന്റെ വയറ്റിലുള്ള ജീവനോടുള്ള ഇഷ്ടവും തനിക്ക് അതൊരിക്കലും മനസ്സിലാവില്ല. രണ്ടിനിടയിൽ വീർപ്പുമുട്ടുന്ന ഞാൻ. ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ ഈ ചാറ്റിൽ വ്യക്തമാണ്. ഈ ചാറ്റുകളൊന്നും പുറത്തുവിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുമ്പോൾ നമ്മൾ ഇത് പുറത്തുവിടാതിരിക്കുന്നത് എങ്ങനെയാണ്? നിനക്കില്ലാത്ത ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുകയാണ്. ടെലിഗ്രാമിലുള്ള ചാറ്റാണ്. ഞാൻ ഒഴിവാകുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് കൃത്യമായി പറയുന്നു. ഇതിൽ എങ്ങനെ ഒഴിവാകും? ഒഴിവാകാൻ എനിക്കും തനിക്കും പറ്റുമോ? എനിക്കും നാണക്കേട് ചുമക്കാൻ താല്പര്യമില്ല എന്ന പെൺകുട്ടി മറുപടി പറയുകയാണ്. 3 ദിവസമായിട്ട് ഇതിനെപ്പറ്റി നിനക്ക് ഒന്നും പ്രോബ്ലം ഇല്ലായിരുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ്. കുഞ്ഞുമായി എനിക്ക് ആത്മബന്ധമുണ്ട് എന്ന പെൺകുട്ടി മറുപടി പറയുന്നു. ആ കുട്ടി സത്യസന്ധമായിട്ടാണ് ഇയാളെ വിശ്വസിച്ചത് എന്ന് വ്യക്തമാണ്. ഇപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചതുകൊണ്ടല്ലേ എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ്. ആ പെൺകുട്ടിയുടെ മറുപടി ഞാനൊരു സ്ത്രീയാണ്. അപ്പോൾ രാഹുൽ തിരിച്ചു പറയുകയാണ്. അപ്പോൾ നീ തന്നെ പ്രശ്നം തീർക്കൂ ബൈ എന്ന് പറയുകയാണ് രാഹുൽ. എങ്ങനെ? നീയാണ് ഉത്തരവാദി എന്നെ പോലെ തന്നെ എന്ന പെൺകുട്ടി രാഹുലിനോട് പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി എനിക്ക് ഇതല്ല പണി. അപ്പോൾ ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നു എനിക്ക് ഇതാണോ പണി എന്ന് ചോദിക്കുകയാണ്. കേട്ടല്ലോ, ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് ഒടുവിൽ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒഴിയാൻ പോവുകയാണ്, നീ എന്താന്ന് വെച്ചാൽ കാണിച്ചോ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ ഒരു MLA ആയിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും വലിയ നാണക്കേട് വേറില്ല. ഒരു സ്ത്രീയെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അഥവാ അബോർഷന് വേണ്ടി ഇയാൾ നിർബന്ധിക്കുകയാണ്. തന്റെ ഗർഭപാത്രത്തിലുള്ള ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആ പെണ്ണിന് മാത്രമാണെന്നുള്ള കാര്യം ഓർക്കണം. അവൾക്ക് ആ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ അതിനെ നശിപ്പിക്കണമെന്ന് പറയാനുള്ള അധികാരം ആർക്കുമില്ല എന്നുള്ളതാണ്. എന്തായാലും ആ കുഞ്ഞിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ അത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെട്ടോ എന്നൊന്നും അറിയില്ല. ഇനി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ കുഞ്ഞിനെയും അമ്മയും ഏറ്റെടുക്കാനുള്ള മര്യാദയെങ്കിലും രാഹുൽ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇയാളുടെ ലൈംഗിക വൈകൃതത്തിനിരയായിട്ടുള്ള ട്രാൻസ്ഫോമറിനെ കുറിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഞാനും രാഹുലും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. മാത്രമല്ല കുറച്ച് നാളുകളായിട്ട് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ദാരിദ്ര്യം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളും ലൈംഗിക വൈകൃതം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അയാൾ എന്നെ ബാംഗ്ലൂരും ഹൈദരാബാദും പോകാമെന്ന് ആവശ്യപ്പെടുകയും മാത്രമല്ല നിന്നെ റേപ്പ് ചെയ്യണം, എനിക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് വന്നിട്ടുള്ള അയാളുടെ ഭാഗത്തുനിന്ന്. എനിക്ക് നിന്നെ റേപ്പ് ചെയ്യുന്ന പോലെ സെക്സ് ചെയ്യണം പോലും. കേരളത്തിൽ ഒരു MLA ഒരു ട്രാൻസ്ഫോമറിനോട് പറയുന്ന വാക്കുകളാണ്. അയാളുടെ ലൈംഗിക വൈകൃതത്തിന് വ്യാപ്തി എത്രത്തോളം ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതുവരെ വന്നതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഇന്നലെ ആദ്യമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് രാഹുൽ അവന്തികയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന്തിക എന്തെങ്കിലും തുറന്നു പറയുമെന്നുള്ള ഭയം രാഹുലിനുണ്ടായിരുന്നു. രാഹുൽ വിളിച്ചതിന്റെ തെളിവുകൾ ലൈവായിട്ട് അവന്തിക കാണിക്കുന്നുണ്ട്. അതും കൂടി കണ്ടതിന് ശേഷം നമുക്ക് നിർത്താം. ആദ്യഘട്ടങ്ങളിലൊക്കെ രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ് അയാൾ കൂടുതലും ബന്ധപ്പെട്ടിരുന്നത്. പിന്നീട് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നും ഈ പത്രസമ്മേളനം നടത്തുന്നതിന് കുറച്ച് മുന്നേ വരെ എന്നെ വിളിച്ച് 3-4 തവണ എന്നെ വിളിച്ച വ്യക്തിയാണ് അയാൾ. മെസ്സേജ് അത് വാട്സാപ്പിലാണോ വന്നിരിക്കുന്ന മെസ്സേജ്? വാണ്ട് ടു ടോക്ക് ടു യു എന്നുള്ളത്? അതെ വാട്സാപ്പിലാണ്. അതെ വൺ നോട്ട് ടോക്ക് ടു യു, ഇത് രണ്ടും എനിക്ക് വാട്സാപ്പിലാണ് വന്നേക്കുന്നത്. ഈ കോളും 10:48 ഒന്ന് 10:50 വന്നേക്കുന്നത്. പിന്നെ ഞാൻ തിരിച്ച് 2 പ്രാവശ്യം വിളിച്ചു. പിന്നെ ഒരു ഹായ് വന്നു. പിന്നെ കുറച്ച് മുന്നേ ആണ് വന്നത്. 11 ഓക്കെ, കുറച്ച് മുന്നെയാണ് വന്നത്. 5:30 വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കോളാണ്. എനിക്കെതിരെ ആരോപണം ഉന്നയിക്കല്ലേ എന്ന് പറഞ്ഞ് എത്ര പെൺകുട്ടികളെ ഇയാൾക്ക് വിളിക്കേണ്ടി വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മാലപ്പടക്കം പൊട്ടുന്ന പോലെയാണ് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ 4 സ്ത്രീകൾ നേരിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. ഇനിയും ഇത് വ്യാജ ആരോപണമാണ്, രാഷ്ട്രീയ പകപോക്കലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പെണ്ണു കേസുകളും ഒക്കെ ഒരു അലങ്കാരമാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താനുള്ള ചവിട്ടുപടിയായിട്ടാണ് ഇവരിതൊക്കെ ഉപയോഗിക്കാറുള്ളത്. എത്ര വലിയ നാറയാണെങ്കിലും പൂമാല ഇട്ട് സ്വീകരിക്കാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം ഇവരിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഇത്രയും ആരോപണങ്ങൾ വന്നു, ഇതൊന്നും എവിടെയും എത്തുമെന്ന് ആരും കരുതാൻ
അജണ്ട. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകും. രാഹുൽ മാങ്കൂട്ടത്തിന് പുതിയ സ്ഥാനങ്ങൾ ലഭിക്കും. ഇയാൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തും. ഇതാണല്ലോ ചരിത്രം വീണ്ടും ആവർത്തിക്കും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ്. ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ പോക്ക് കേസാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു. ഇതൊക്കെ എന്താണെന്നറിയോ? ഒരു പാർട്ടിയുടെ കയ്യിൽ മറ്റൊരു പാർട്ടിയുടെ അഴിമതിയെ കുറിച്ചും പെണ്ണ് കേസിനെ കുറിച്ചും ഒക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവും. അതുപോലെ തിരിച്ചും ഉണ്ടാകും. സോ ഒരു പാർട്ടിക്കാരനെതിരെ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അതിപ്പോ അഴിമതിയാണെങ്കിലും പെണ്ണ് കേസാണെങ്കിലും എതിർ പാർട്ടിയിലുള്ള ആളുകൾ ആദ്യമൊക്കെ കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കുമെങ്കിലും പതുക്കെ എല്ലാം അവസാനിപ്പിക്കും. കാരണം തങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ മറ്റേ പാർട്ടിക്കാരുടെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് അധികം മിണ്ടാൻ പറ്റും. മിണ്ടിയാൽ അത് പുറത്തു വരും. സോ ഇതൊക്കെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്ന കാര്യങ്ങളാണ്. ആരോപണങ്ങൾ വരും, വാർത്തയാകും, വിവാദമാകും, ഒടുവിൽ അത് തേഞ്ഞു മാഞ്ഞു പോകും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഇന്ത്യൻ പൊളിറ്റിക്സ്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.